ഗർഭം ധരിച്ചു എന്നൊരു ഗുഡ് ന്യൂസിന് ശേഷം പിന്നെ വരുന്ന കൺസേൺ ആണ് എപ്പോഴായിരിക്കും ഡെലിവറി ഡേറ്റ്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, EDD. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ അത് കണക്കാക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ റിലവൻസ്. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസവ തീയതി അഥവാ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയെ കുറിച്ചാണ്. എന്തിനാണ് നമ്മളത് അത്രത്തോളം അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്? ഒന്നാമത്തതായി അത് വരാൻ പോകുന്ന കുട്ടിയെ റിസീവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. രണ്ടാമത്തത് ഡോക്ടറുടെ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ആ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ പ്ലാൻ. അതിനാണ് ഈ ഡേറ്റിനുള്ള ഇമ്പോർട്ടൻസ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നു, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓൺലി. ഒരു പ്രത്യേകിച്ച് ആ ദിവസം തന്നെ പ്രസവിക്കുന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ വെറും 4% ഗർഭിണികൾ മാത്രമാണ് ആ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയിൽ പ്രസവം ഉണ്ടാകുന്നത്. അത് മിക്കവാറും ഒന്നുകിൽ ഒരു 3 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ആവാം, പല കാരണങ്ങൾ കൊണ്ടും ആവാം. എങ്ങനെയാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എളുപ്പത്തിൽ കണക്കാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടത് LMP അഥവാ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡാണ്. അവസാനത്തെ മാസമുറ വന്ന ആദ്യത്തെ ദിവസം, അതാണ് LMP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 15 ഓഗസ്റ്റ് ആണ് LMP അഥവാ അവസാന മാസമുറ വന്ന ആദ്യ ദിവസം നോക്കാം. അതിനോട് കൂടി 9 മാസവും 7 ദിവസവും കൂട്ടിയാലാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് കിട്ടുക. 15 ഓഗസ്റ്റിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലായിരിക്കും ഡേറ്റ് വരിക. പിന്നെ 15നോട് കൂടി 7 കൂടി കൂട്ടിയാൽ മെയ് 22 അതായിരിക്കും അവരുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അതാണ് ഈസി ആയിട്ടുള്ള കണക്കൂടാനുള്ള മെത്തേഡ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആകെയുള്ള ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 40 ആഴ്ചയാണ്. ഈ 40 ആഴ്ച എല്ലാം നമ്മൾ എല്ലാ അസസ്മെൻറ്റും അവസാന മാസം മുറ വന്ന ദിവസം മുതലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗർഭം തുടങ്ങുന്നത് അതിനും 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ 40 വീക്സ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഞാൻ പറഞ്ഞു, എക്സ്പെക്റ്റഡ് ഡേറ്റ് കാണാൻ ഏറ്റവും അറിയേണ്ടത് LMP അഥവാ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നാണുള്ളത്. എന്നാൽ പല ആൾക്കാർക്കും അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് ഉള്ള ഡേറ്റ് കാണുക എന്നുള്ളത്. ആദ്യത്തെ 3 മാസത്തിൽ, പ്രത്യേകിച്ചും ഒരു 8 ആഴ്ചയും 12 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ചെയ്യുന്ന സ്കാനിൽ വരുന്ന അത് വെച്ചിട്ടുള്ള സ്കാനിങ് മെഷീൻ വെച്ച് നമുക്ക് ഒരു ഡേറ്റ് ഡെലിവറി കാണാൻ പറ്റും. എന്നാൽ എക്സലൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ LMP ഷുവറാണ് എന്നതാണ് എൻ്റെ അവസാന മാസം അവർക്കറിയാം. അത് വെച്ചുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റും അതേസമയം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതും രണ്ടും ഒരേ കോറിലേറ്റ് ചെയ്ത് രണ്ടും ഒരേ ഡേറ്റിൽ വരികയാണെങ്കിൽ അതിനാണ് എക്സലൻറ്റ് ഡേറ്റ്സും എന്നും പറയും. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ ഡെലിവറി ആവൂ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ ആവൂ, അല്ലെങ്കിൽ ശേഷമാവൂ ഒക്കെ എങ്ങനെ നമുക്ക് നോക്കാം. ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭസമയത്ത്, ഫോർ എക്സാമ്പിൾ പ്രമേഹം, ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന വളർച്ചക്കുറവ്, അല്ലെങ്കിൽ കുട്ടിക്കുള്ള ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ വോള്യൂം കുറവാണ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നേരത്തെ തന്നെ പ്രസവിപ്പിക്കാറുണ്ട്. ഒരു 3 ആഴ്ച മുമ്പ് വരെ, അത് ഡേറ്റിൻ്റെ 3 ആഴ്ച മുമ്പ് വരെ തന്നെ സേഫായിട്ട് പ്രസവിപ്പിക്കാവുന്നതാണ്. മരുന്നൊക്കെ കൊടുത്ത് അവരെ നേരത്തെ പ്രസവിക്കാറുണ്ട്. എന്നാൽ ഡേറ്റ് കഴിഞ്ഞു പോകാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഡേറ്റ് തന്നെ പ്രസവിക്കണമെന്നുള്ളത് ഇല്ല. ഡേറ്റ് കഴിഞ്ഞ് ഒരാഴ്ച വരെ സേഫായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും പ്രസവ വേദന നാച്ചുറലായിട്ട് വരുന്ന വേദനയാണ് ഏറ്റവും നല്ല റിസൾട്ട്. നോർമലായിട്ട് ഡെലിവറി പ്രോഗ്രസ് ചെയ്യാനും റിസൾട്ട് നോർമലായിട്ട് ഡെലിവറി ആവാനുള്ള സാധ്യത കൂടുതൽ സ്പോണ്ടേനിയസ് ലേബർ, അതായത് നാച്ചുറലായിട്ട് വരുന്ന പ്രസവവേദനയ്ക്കാണ്. എന്നാൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഈ മരുന്ന് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന വേദനകൾക്ക് ആ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എസ്റ്റിമേറ്റ് ഓൺലി. കുട്ടിയാണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് പുറത്തേക്ക് വരണം എന്നുള്ളത്. ആ കുട്ടിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസവത്തിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹോർമോൺസിൻ്റെ എമർജൻസും പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് പ്ലാനിങ്ങിനും ഒക്കെ ഇത് സൗകര്യമായിരിക്കും. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.